വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ എൻ വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ ബത്തേരി ബാങ്ക് കോഴയിലും അമർന്നിരിക്കുന്ന വയനാട്ടിലെ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിയാണ്. നേതാക്കന്മാരുടെ ഇടയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. ഇപ്പോൾ വയനാട് MP കൂടിയായ പ്രിയങ്കയുടെ സന്ദർശനവും പാർട്ടിയിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. MP എന്ന നിലയിൽ അവർ വൻ പരാജയമാണ് എന്ന് അണികൾക്കിടയിൽ സംസാരവും ശക്തമാണ്. വിജയന്റെ വീട് സന്ദർശിച്ചപ്പോൾ IC ബാലകൃഷ്ണൻ MLA-യും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ND അപ്പച്ചനെയും KL പൗലോസിനെയും ഒഴിവാക്കിയത് ആയുധമാക്കിയിരിക്കുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം. ഇവർക്കെതിരെ നടപടി ആവശ്യം ശക്തമാക്കിയാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. ബത്തേരി ബാങ്ക് നിയമന അഴിമതിയിൽ കുറ്റാരോപിതരായ മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി വേണമെന്ന് കഴിഞ്ഞ DCC യോഗത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടത് സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നുണ്ടായ ഭിന്നത പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങിയേക്കും. DCC യോഗം പോലും വിളിക്കാനാവാത്ത സ്ഥിതിയിലേക്ക് നേതാക്കൾ കോൺഗ്രസിനെ എത്തിച്ചു. കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതാക്കൾക്കെന്നും KPCC സമിതി റിപ്പോർട്ടിൽ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ട പേരുകൾ ഒഴിവാക്കിയത് നാണക്കേടാണ് എന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ നടന്ന അഴിമതിയും ആത്മഹത്യയും എല്ലാം അണികളെ ബാധിച്ചിരിക്കുകയാണ്. സംഘടനാ പ്രവർത്തനം അടിത്തട്ടിൽ നിലച്ചുവെന്നും ആരോപണം വരുന്നുണ്ട്. പ്രശ്ന പരിഹാരം ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുമെന്ന് നേതാക്കളോട് ചില DCC സെക്രട്ടറിമാർ ഭീഷണി മുഴക്കിയതായി വിവരം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലയോര സമര ജാഥയുമായി പ്രതിപക്ഷ നേതാവ് ജില്ലയിൽ എത്തിയപ്പോൾ ചിലർ ഇക്കാര്യം ഉന്നയിച്ചെങ്കിലും അവഗണിക്കപ്പെട്ട സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ ശ്രമം. അതേസമയം കൽപ്പറ്റ അധികാര വടംവലിക്കൊടുവിൽ മുപ്പനാട് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശശീന്ദ്രനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മുൻ ധാരണാ പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്നാണ് ഈ നടപടി. KPCC നിർദ്ദേശപ്രകാരം DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ് ശശീന്ദ്രനെ 8 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. UDF ഭരിക്കുന്ന മുപ്പനാട് പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം വീതം മുസ്ലിം ലീഗും കോൺഗ്രസും പങ്കിടാനായിരുന്നു ധാരണ. ഇത് പ്രകാരം ആദ്യ 2.5 വർഷം കഴിഞ്ഞതോടെ ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തുടർന്നുള്ള 2.5 വർഷത്തേക്ക് കോൺഗ്രസിൽ നിന്ന് 2 പേർ രംഗത്ത് വന്നതോടെ തർക്കമായി. സമവായ ചർച്ചയിൽ ആദ്യം 1.5 വർഷം VN ശശീന്ദ്രനും തുടർന്നുള്ള 1 വർഷം R ഉണ്ണികൃഷ്ണനും പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ട് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി കരാറും ഉണ്ടാക്കി. കരാർ പ്രകാരം ഒക്ടോബർ 8-ന് VN ശശീന്ദ്രൻ രാജിവെച്ച് അധികാരം ഉണ്ണികൃഷ്ണനെ കൈമാറണം. എന്നാൽ ദിവസം കഴിഞ്ഞിട്ടും ശശീന്ദ്രൻ ഇതിന് തയ്യാറായില്ല. DCC പ്രസിഡന്റ് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ കോൺഗ്രസ് പ്രതിനിധികളായ പഞ്ചായത്ത് അംഗങ്ങളെ DCC ഓഫീസിൽ വിളിച്ചു വരുത്തി. ഈ യോഗത്തിൽ ഡിസംബർ 15-ന് താൻ രാജിവെക്കാമെന്ന് ശശീന്ദ്രൻ വീണ്ടും ഉറപ്പ് നൽകുകയായിരുന്നു. KPCCക്ക് റിപ്പോർട്ടും നൽകി. എന്നാൽ ഈ കാലാവധി പിന്നിട്ടും 1 മാസം കഴിഞ്ഞിട്ടും ശശീന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുക തന്നെയാണ്. താൻ രാജിവെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന നിലപാടിലാണ് ശശീന്ദ്രൻ. ഈ സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നടപടി. തുടർന്നും രാജിവെച്ചില്ല എങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ശശീന്ദ്രനെ പുറത്താക്കാനാണ് R ഉണ്ണികൃഷ്ണനെ അനുകൂലിക്കുന്നവരുടെ തീരുമാനം.